എല്ലാവർക്കും ക്രേസി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ മധുര പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി, സദ്യ സ്പെഷ്യൽ മധുര പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന വീഡിയോ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തൈര്, ഒരു കപ്പ് തേങ്ങ, 3 പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുക് ചതച്ചത്, ഒരു അരമുറി വെല്ലം, ശർക്കര, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മധുരപ്പച്ചടി, സദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടിക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് മധുരപ്പച്ചടി ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. പൈനാപ്പിൾ ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നതിൽ ഒരു 3/4 ഭാഗത്തോളം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഇത്രയും പൈനാപ്പിൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മൾ പൈനാപ്പിളോടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചിട്ട് വരാം. ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തേങ്ങയും പൈനാപ്പിളും കൂടെ അരച്ചു വെച്ചു. ഇത് അങ്ങനെ കറിയിൽ ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ ഏകദേശം പകുതി വേവായി. എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് സിം ഫ്ലെയിമിലിടണം. സിം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ തേങ്ങയെല്ലാം നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് തേങ്ങയുടെ പച്ചമണ്ണമൊക്കെ പോകാൻ പാകത്തിന് വേവിച്ചെടുക്കണം. തേങ്ങയ്ക്കൊക്കെ നന്നായിട്ട് തിള വന്നു. ഈ സമയത്ത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പൈനാപ്പിളും എല്ലാം നന്നായിട്ട് വെന്തു. ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട, ചെറിയ തിള വന്നു തുടങ്ങി. ചതച്ചു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിക്കില്ല പച്ചടിയിൽ. അതുപോലെ നല്ല പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മധുരപ്പച്ചടി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടി, പൈനാപ്പിൾ പച്ചടി, ഇത് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നല്ല രുചിയോടെ നമ്മൾ ഈ പച്ചടി, പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മധുരപ്പച്ചടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. ഇനി വീണ്ടും വ്യത്യസ്തമായ ഒരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.